നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സൈബർ ആക്രമണങ്ങളിൽ രൂക്ഷമായി പ്രതികരിച്ച മേയർ ആര്യ രാജേന്ദ്രൻ. പൊതുപ്രവർത്തകരെ അധിക്ഷേപങ്ങൾ കൊണ്ട് തളർത്തി കളയാമെന്നോ തകർത്ത് കളയാമെന്നോ കരുതുന്നവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്നാണ് ആര്യ രാജേന്ദ്രൻ പറയുന്നത്. മുൻപ് ഇടതുപക്ഷ പ്രവർത്തകരെ ലക്ഷ്യമിട്ട് നടന്ന സൈബർ ആക്രമണങ്ങൾ ഇന്ന് കുടുംബത്തിലെ അംഗങ്ങളെ അധിക്ഷേപിക്കുന്ന രീതിയിൽ എത്തിയിട്ടുണ്ട് എന്നും ആര്യ പറയുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു BJP നേതാവ് ജയിക്കിന്റെ കുഞ്ഞിനെ പോലും വെറുതെ വിട്ടില്ല. എന്റെ മകൾ ജനിച്ചപ്പോൾ ആ വാർത്തയ്ക്ക് താഴെയും അസഭ്യ പ്രയോഗങ്ങൾ അധിക്ഷേപങ്ങളുമായും ഒരു കൂട്ടർ ഇരുകാലി മൃഗങ്ങൾ ബഹളം കൂട്ടിയിരുന്നു. ജനിച്ചു വീണ കുഞ്ഞിനോട് പോലും സഹിഷ്ണുത ഇല്ലാത്ത ഈ കൂട്ടരെ ആണത്രേ ജനാധിപത്യത്തിന്റെയും മര്യാദകളുടെയും ക്ലാസ് എടുക്കുന്നത് എന്നും ആര്യ ഫേസ്ബുക്കിൽ കുറിച്ചു. ആര്യയുടെ കുറിപ്പ് ഇങ്ങനെയാണ്: രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ ഇടതുപക്ഷക്കാർ ആക്രമിക്കപ്പെടുന്നത് ഇതാദ്യമായൊന്നുമല്ല. കായികമായ ആക്രമണങ്ങളായിരുന്നു ഒരു കാലത്ത് എങ്കിൽ ഇപ്പോൾ അത് സൈബർ രംഗത്തായി എന്നതാണ് വ്യത്യാസം. അത് മാത്രമല്ല, മുൻപ് ഇടതുപക്ഷ പ്രവർത്തകരെ ആയിരുന്നു ആക്രമിച്ചത് എങ്കിൽ ഇന്നിപ്പോൾ സൈബർ ഇടങ്ങളിലും ചാനൽ ഫ്ലോറുകളിലും അവരുടെ കുടുംബങ്ങളും ആക്രമണങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കും ഇരയാവുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു BJP നേതാവ് സഖാവ് ജയിക്കിന്റെ കുഞ്ഞിനെ പോലും വെറുതെ വിട്ടില്ല. എന്റെ മകൾ ജനിച്ചപ്പോൾ ആ വാർത്തയ്ക്ക് താഴെയും അസഭ്യ പ്രയോഗങ്ങളും അധിക്ഷേപങ്ങളുമായും ഒരു കൂട്ടം ഇരുകാലി മൃഗങ്ങൾ ബഹളം കൂട്ടിയിരുന്നു. ജനിച്ചു വീണ കുഞ്ഞിനോട് പോലും സഹിഷ്ണുതയില്ലാത്ത ഇക്കൂട്ടരാണത്രേ ജനാധിപത്യത്തിന്റെയും മര്യാദയുടെയും ക്ലാസ് എടുക്കുന്നത്. ഒന്നിന്റെയും മെറിറ്റിലേക്ക് കടക്കാതെ, വസ്തുതകൾ അന്വേഷിക്കാതെ, കേവലം രാഷ്ട്രീയവും വ്യക്തിപരവുമായ വൈരാഗ്യ ബുദ്ധിയോടെ മാത്രം സ്വീകരിക്കുന്ന സമീപനമാണ് ഇതൊക്കെ. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നേരിട്ടും അല്ലാതെയും ഇടപെട്ട് പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകരെ ഇത്തരം അധിക്ഷേപങ്ങൾ കൊണ്ട് തളർത്തിക്കളയാമെന്നോ തകർത്ത് കളയാമെന്നോ കരുതുന്നവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്ന് പറയേണ്ടി വരും. ഈ പോസ്റ്റിന് താഴെയും അല്പസമയത്തിനുള്ളിൽ അവരെത്തും. അവരോട് സഹതപിക്കുകയേ വഴിയുള്ളൂ എന്നാണ് ആര്യ പറഞ്ഞു നിർത്തുന്നത്. ശരിയാണ്, ഈ പോസ്റ്റിന് താഴെയും വലിയ രീതിയിലുള്ള അധിക്ഷേപങ്ങൾ വരുന്നുണ്ട്. അത് പ്രധാനമായും ആര്യയുടെ ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പറയുന്നത്. ഒറ്റ വാക്കിലൊക്കെ തന്നെ ചിലർ പറഞ്ഞു പോകുന്നുണ്ട്. വ്യക്തിപരമായ പകയെക്കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്താണ് യോഗ്യത? ആ പക വെച്ചു പുലർത്തുന്നത് നിങ്ങൾ തന്നെയാണ് ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്നവരും കുറവല്ല. മറ്റു നോക്കുകയാണ്, കോടതിയിൽ വരെ ഇടപെടൽ നടത്തിയ രീതി അട്ടിമറിക്കുന്ന നിങ്ങളെ പോലെയുള്ള ഇടതുപക്ഷ ക്രിമിനലുകളെ അവസരം കിട്ടുമ്പോൾ നന്നായി തന്നെ സ്വീകരിക്കും. ഒരു ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റ് എന്ന വാക്ക് പോലും ഉച്ചരിക്കാൻ യോഗ്യതയുള്ള ഒന്നുപോലും ഈ പറയുന്ന പക്ഷത്തില്ല എന്നും പറയുന്നുണ്ട്. ചില കമന്റുകൾ വരുന്നു. മറ്റൊന്ന്, ഞാനും ഒരു ഇടതുപക്ഷ സഹയാത്രികൻ തന്നെയാണ്. ഇടതുപക്ഷം എല്ലാ കാലത്തും ആക്രമിക്കപ്പെടുന്നു എന്നതൊക്കെ ശരിയാണ്. പക്ഷേ നിങ്ങൾ ഇത് ചോദിച്ചു മേടിച്ചതാണ് മേയറെ. ഒരു KSRTC ബസ് യാത്രക്കാർ ഉള്ളപ്പോൾ തടയാനുള്ള യാതൊരു അധികാരവും നിങ്ങൾക്ക് ഇല്ല. എന്നിട്ട് ഇത് മീഡിയാസിന്റെ മുന്നിൽ നിങ്ങൾ സമ്മതിച്ചോ? അതും ഇല്ല. അതാണ് മറ്റൊരു കമന്റായി വരുന്നത്. 0 മാർക്കിനുള്ള വിവരമൊക്കെ താങ്കൾക്കുണ്ട്. അത് ആ പാവം ഡ്രൈവറുടെ അന്നം മുടക്കിയതിൽ നിന്ന് മനസ്സിലായി എന്നും പറയുന്നവരുമുണ്ട്. എന്തായാലും ഇതും മേയർ ആര്യ രാജേന്ദ്രൻ ഇരന്നു വാങ്ങിയിരിക്കുകയാണെന്നാണ് പലരും പറയുന്നത്. എന്തായാലും സൈബർ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അധിക്ഷേപങ്ങൾ അല്ലെങ്കിൽ സൈബർ ആക്രമണം തനിക്ക് ഉണ്ടാകുന്നുണ്ട്, അതാരും മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇതിനു മുൻപും ആര്യ രാജേന്ദ്രൻ വന്നിട്ടുണ്ട്. മാത്രമല്ല, നഗരസഭയുടെ കൗൺസിൽ സമയത്ത് പോലും അത് പറഞ്ഞ് ദുഃഖിക്കുന്ന അല്ലെങ്കിൽ കരയുന്ന ആര്യ രാജേന്ദ്രൻ നമ്മൾ കണ്ടിട്ടുമുണ്ട്. എന്തായാലും ഇതൊക്കെ തന്നെ താൻ നിരന്തരം ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ കർമ്മമായി തന്നെ വരുന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞു വെക്കുകയാണ് സമൂഹ മാധ്യമം.